ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഓരോ നിമിഷവും ഇന്ത്യയുടെ ആയുധപ്പുര തേച്ചുമിനുക്കുകയാണ്. ഇനി മറുപടി പറയുക ഇന്ത്യയുടെ ഡ്രോണുകൾ. ഇന്ത്യൻ സേനയിൽ പേരിൽ തന്നെ തീപാർന്ന അഗ്നി പ്ലാറ്റൂൺസ് പുതിയ സേനാ വിഭാഗം വരുന്നു. യുദ്ധത്തിന്റെ ഗതിവിഗതികൾ മാറ്റിവരയ്ക്കുന്ന ഡ്രോൺ യുദ്ധമാണ് ഇനി ഇന്ത്യ നടത്താൻ പോകുന്നത്. ഇന്ത്യൻ സേനയെ ആധുനികമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാൻ അഗ്നി പ്ലാറ്റൂൺസ് എന്ന പ്രത്യേക സേനാ വിഭാഗം രൂപീകരിച്ചത്. അഗ്നി എന്നാൽ അതൊരു സംസ്കൃത പദമാണ്. ഫയർ അഥവാ തീ എന്നാണ് അതിനർത്ഥം. 20 മുതൽ 50 വരെ സൈനികരുടെ ചെറു സംഘമാണ് ഒരു പ്ലാറ്റൂൺ എന്ന് വിളിക്കുന്നത്. ലഫ്റ്റനന്റ് പദവിയിലുള്ള ഒരു ജൂനിയർ ഓഫീസർ ആയിരിക്കും ഒരു അഗ്നി പ്ലാറ്റൂണിനെ നയിക്കുക. ഭാവി യുദ്ധങ്ങളുടെ ഗതി മാറുകയാണ്. ഇനി കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങൾ മാത്രം തകർക്കുന്ന രീതിയാണ് വരാൻ പോകുന്നത്. മിക്കവാറും യുദ്ധങ്ങൾ നിയന്ത്രിക്കുക ഡ്രോണുകളായിരിക്കും, അതും ആളില്ലാതെ പറക്കുന്ന ഡ്രോണുകൾ. അവയെ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്നാണ് വിളിക്കുക. ആളില്ലാതെ ആകാശത്ത് പറക്കുന്ന വാഹനങ്ങൾ. പക്ഷേ ഇതിൽ പ്രവർത്തിക്കുന്ന റഡാറും GPS-ഉം AI-യും ചേർന്ന് ശത്രുവിന്റെ ആക്രമിക്കേണ്ട ലക്ഷ്യസ്ഥാനങ്ങൾ നിശ്ചയിക്കും. ആ ലക്ഷ്യസ്ഥാനങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായി ഇവ സ്ഫോടനം നടത്തും. ഇപ്പോൾ ഇന്ത്യ 850 കാമിക്കാസെ ഡ്രോണുകൾ അഥവാ ചാവേ ഡ്രോണുകൾ വാങ്ങാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. മിക്കവാറും ഇന്ത്യയിലെ ഡ്രോൺ നിർമ്മാണ കമ്പനിയിൽ നിന്നാണ് ഇന്ത്യ ഈ ഡ്രോണുകൾ വാങ്ങുക എന്ന് അറിയുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കേന്ദ്ര തീരുമാനത്തിലാണ് ഇന്ത്യൻ സേനയിലേക്കുള്ള ആയുധങ്ങൾ വാങ്ങുന്ന തീരുമാനങ്ങൾ എടുക്കുക. ഈ സമിതി ഏകദേശം 2000 കോടി രൂപ കാമിക്കാസെ ഡ്രോണുകൾ വാങ്ങാൻ നീക്കിവച്ചിരിക്കുന്നു. അത്യുഗ്രൻ സ്ഫോടനം നടത്താൻ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളെയാണ് കാമിക്കാസെ ഡ്രോണുകൾ അഥവാ ചാവേർ ഡ്രോണുകൾ എന്ന് വിളിക്കുക. ഇത് ആളില്ലാതെ പറക്കുന്ന ഡ്രോണുകളാണ്. സാധാരണ ഡ്രോണുകൾ പറന്നുപോയി അതിന്റെ പ്രവർത്തനം എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അത് നിർവഹിച്ച ശേഷം ലക്ഷ്യസ്ഥാനത്തേക്ക് മടങ്ങി വരുമെങ്കിലും കാമിക്കാസെ ഡ്രോണുകൾ ചാവേർ ഡ്രോണുകളാണ്. അത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരിക്കൽ അയച്ചു കഴിഞ്ഞാൽ ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനത്ത് പതിച്ച് സ്ഫോടനം നടത്തി പൊട്ടിത്തെറിക്കുന്നവയാണ്. ഭാവിയിൽ 30,000-ഓളം കമിക്കാസെ ഡ്രോണുകൾ വാങ്ങാനാണ് ഇന്ത്യൻ പ്രതിരോധ സേന ലക്ഷ്യമിട്ടിരിക്കുന്നത്. 26 പേരുടെ മരണത്തിന് കാരണമായ പെഹൽഗാം ഭീകര ആക്രമണത്തിന് പ്രതികാരമായി ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂരിൽ ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം. ഓപ്പറേഷനിൽ പാകിസ്ഥാനുള്ളിലെ തീവ്രവാദ സ്ഥാനങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യൻ സൈന്യം ഒളിഞ്ഞിരിക്കുന്ന ആയുധങ്ങൾ വിന്യസിച്ചു. പ്രതിരോധ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഓപ്പറേഷന്റെ ആദ്യ ദിവസം തന്നെ തിരിച്ചറിഞ്ഞ 9 ഭീകര കേന്ദ്രങ്ങളിൽ 7 എണ്ണമാണ് ഇന്ത്യ നശിപ്പിച്ചത്. തുടർന്ന് തീവ്രവാദികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ സൈന്യത്തിന്റെ സ്ഥാനങ്ങൾക്ക് എതിരെയും ഡ്രോണുകൾ പ്രയോഗിച്ചു. ആക്രമണങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും അതിർത്തി പ്രദേശങ്ങളിലെ ശത്രു അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട്. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് കരസ്ഥമാക്കിയ ഗണ്യമായ എണ്ണം അലഞ്ഞു തിരിയുന്ന യുദ്ധോപകരണങ്ങൾ സൈന്യം ഇതിനകം തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാലും ഏറ്റവും പുതിയ നിർദ്ദേശം ഒരു പ്രധാന വികാസത്തെ സൂചിപ്പിക്കുന്നതാണ്. എല്ലാ യുദ്ധരൂപീകരണങ്ങളെയും സമഗ്രമായി സജ്ജമാക്കുക. അതിനായി ഭാവിയിൽ ഏകദേശം 30,000-ഓളം ഇത്തരം ഡ്രോണുകൾ ഉൾപ്പെടുത്താനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ്. ആധുനിക യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ആളില്ലാ സംവിധാനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം തന്നെയാണ് എന്ന് ഈ നീക്കവും അടിവരയിടുന്നു. കൂടാതെ ഭാവിയിലെ യുദ്ധങ്ങളിൽ കൃത്യതയുണ്ടാവണം, നിരീക്ഷണം ഉണ്ടാകണം, സാങ്കേതിക മികവ് ഉണ്ടാകണം. ഇതിലൊക്കെ ഇന്ത്യൻ സൈന്യം എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും പ്രതിഫലിക്കുന്നത്. അരുണാചൽ പ്രദേശിൽ നടന്ന യുദ്ധ് കൗശൽ 3 എന്ന സൈനിക അഭ്യാസത്തിനിടെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ പുതുതായി സ്ഥാപിതമായ അഗ്നി പ്ലാറ്റൂണുകൾ പ്രവർത്തനാരങ്ങേറ്റം കുറിച്ചത്. ഹിമാലയൻ ഭൂപ്രദേശങ്ങളെ വെല്ലുവിളിക്കുന്നതിൽ അടുത്ത തലമുറ സാങ്കേതിക വിദ്യയും സ്ഥാപിത സൈനിക തന്ത്രങ്ങളും സംയോജിപ്പിക്കുന്നത് ഇതിലൂടെ പ്രദർശിപ്പിക്കുകയായിരുന്നു. 4 കോർപ്സ് നടത്തിയ ഈ അഭ്യാസം ഡ്രോൺ നിരീക്ഷണം, കൃത്യമായ ആക്രമണങ്ങൾ, തത്സമയ ലക്ഷ്യങ്ങൾ ഏറ്റെടുക്കൽ എന്നിവയ്ക്ക് ഊന്നൽ നൽകി വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം വഹിച്ചത്. സൈന്യത്തിന്റെ കഴിവ് ഇതിലെല്ലാം പ്രകടമാവുകയും ചെയ്തു. ചൈനയിൽ നിന്നുള്ള സാധ്യതയുള്ള ഭീഷണികൾക്കെതിരെ സൈന്യത്തിന്റെ തയ്യാറെടുപ്പിനെയാണ് ഈ അഭ്യാസം എടുത്തു കാണിക്കുന്നത്. കൂടാതെ തദ്ദേശീയ പ്രതിരോധ വ്യവസായവുമായി സഹകരിച്ച് പ്രതിരോധത്തിൽ സ്വാശ്രയത്വം പുലർത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ ഇത് വീണ്ടും ഉറപ്പിക്കുകയാണ്. തന്ത്രപരമായി നിർണായകമായ ഒരു മേഖലയാണിത്. അവിടെ ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന പ്രാധാന്യം സൈന്യം നൽകുന്നു എന്നത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.